ഈ നല്ല രാത്രി സമയം കർത്താവ് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് തരുന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാ സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി എന്തുവാണെന്ന് ഞാൻ പറയാം. അത് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള പടികൾ. ഒരാൾക്ക് ഒരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. അതുപോലെ നമ്മുടെ ലൈഫിലും എന്താണ് ചില ക്രമങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താലേ പോകാൻ പറ്റത്തുള്ളൂ. സുവിശേഷം കേട്ട് വിശ്വസിക്കണം. സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഈ കാതിൽ കേട്ട് ആ കാതിൽ വിടാനല്ല പറഞ്ഞേക്കുന്നത്, അത് വിശ്വസിക്കണം. കണ്ണ് മടച്ച് സുവിശേഷം വിശ്വസിക്കണം. പിന്നെ അതിന് പല നടപടികളുണ്ട്. നമ്മൾ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം. അതുപോലെ മാനസാന്തരപ്പെടണം. നമ്മൾ മാനസാന്തരപ്പെടണം. പിന്നെ രക്ഷിക്കപ്പെടണം. പിന്നെ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. വിശുദ്ധി വേർപാടും പാലിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യണം. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാൻ മുതിരേണ്ടതാണ്. നല്ല പ്രവൃത്തികൾ നാം ചെയ്യണം. തിരുമേശയിൽ ഭുജിക്കണം. അപ്പോൾ തിരുമേശയും നമ്മൾ എടുക്കണം. എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഞ്ഞെടുക്കുന്നത്, ബ്രെഡ് ആൻഡ് വൈൻ. സ്വർഗത്തിലെ അവസ്ഥ ശ്രദ്ധിക്കുക. പിന്നെ നരകത്തിലേക്കുള്ള അവസ്ഥ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ മനസ്സിലായോ നിങ്ങൾക്ക്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിലേക്കുള്ള അവസ്ഥ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മുഖം കണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുന്നു. വിശപ്പും ദാഹവുമില്ല. കഷ്ടവും ദുഃഖവും മുറവിളിയുമില്ല. ജീവജലനദിയും ജീവവൃക്ഷവുമുണ്ട്. ഉല്ലാസഘോഷവും നിത്യാനന്ദവും ഉണ്ട്. നരകത്തിലെ അവസ്ഥ ശ്രദ്ധിക്കുക. പിശാചും ദൂതന്മാരും അവിടെ ഉണ്ട്. കെടാത്ത തീ, ഇരുട്ട്, കരച്ചിൽ, പല്ലുകടി, തീയും ഗന്ധം കത്തുന്ന പൊയ്ക. ആകയാൽ പ്രിയ സഹോദര, ആഴത്തിൽ ചിന്തിക്കുക. ഇന്ന് നീ മരിച്ചാൽ ആത്മാവ് നിത്യവാസം സ്വർഗത്തിലോ അതോ നരകത്തിലോ? അതുകൊണ്ട് പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. ആകയാൽ എത്രയും വേഗം യേശുവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാസ്പോർട്ട് ശരിയാകുന്നതുപോലെ യേശുവിൻ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ ധ്യാനിക്കുക, ഇത് നിങ്ങൾ കേൾക്കുക. കുഞ്ഞുങ്ങളും കേൾക്കുക, യങ്സ്റ്റേഴ്സ് എല്ലാം കേൾക്കുവാൻ നല്ലതാണ്. കേൾക്കുക. അതുകൊണ്ട് ഇത് കേൾക്കുക. സുവിശേഷം കേട്ട് വിശ്വസിക്കുകയാണ്. സുവിശേഷമായി ഞാൻ പറയുന്നത് വിശ്വസിക്കുകയാണ്. ആമേൻ.